നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നല്ലത് എന്ന് പറയും, മോശം കണ്ടു കഴിഞ്ഞാൽ ഞാൻ മോശം എന്ന് പറയും. അതാണ് എൻ്റെ സ്വഭാവം. അല്ലാതെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ അങ്ങ് തകർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അതിൻ്റെ ഇതുപോലെ വേരോടുകൂടി ഞാൻ പിഴുതെറിയും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഇറങ്ങിത്തിരിക്കുക, ഇങ്ങനെയുള്ള പരിപാടിയൊന്നും എൻ്റെ ഇടയില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഞാൻ പറയുകയാണ്, സപ്പോർട്ട് ചെയ്യേണ്ടടുക്കുക ഞാൻ സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ പിഴുതെറിയേണ്ടടുക്കുക ഞാൻ പിഴുതെറിയും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെയുള്ള ഒരാളോട് പോലും എനിക്കൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ പല ആൾക്കാരെന്ന് പറയുന്നത് ഇന്നലെ വന്ന് പറയുന്നിട്ട് ചേട്ടൻ സപ്പോർട്ടായിരുന്നല്ലോ, ഇപ്പോഴെന്താണ്? ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തെറ്റാണെന്ന് തന്നെ പറയും, അല്ലാതെ എല്ലാ കാര്യത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇന്ന് രേണു സുധീൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അത് കണ്ടപ്പോൾ എനിക്കതിൽ ഒരുപാട് വിഷമങ്ങൾ തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അന്ന് അവരനുഭവിച്ച ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിക്കപ്പെട്ടതൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം. കൊറോണ ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഏതായാലും ഒരു കാര്യം ചെയ്യാം, വീഡിയോ കണ്ടിട്ട് വരാം, അതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇല്ലെങ്കിൽ ഇയാൾ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് എന്നെ സംശയമായി തോന്നും. പൈസ ഇല്ല, ഞാനൊക്കെ അനുഭവിച്ചതാണ്. സുധിച്ചേട്ടനുള്ള സമയത്ത് ആ മറ്റേ ലോക്ക്ഡൌൺ ടൈമിൽ ഞാൻ അനുഭവിച്ചതാണ്. ചേട്ടനും ഞാനും ഒക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു കടം വിഷയം വന്നിട്ട് സുധിച്ച ആ ഒറ്റപ്പെടലിൽ നിന്ന് ഇത്രത്തോളം ആയില്ലേ. അപ്പൊ അതിന് ഈ കുശുമ്പ് കയറി അത് ഇത് പറയുന്നതിനും വേണം മര്യാദയ്ക്ക് അവരവരുടെ കാര്യം നോക്കി ജീവിച്ചു. ഇത് ഒരു നല്ല വാക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ കാലത്ത് നമ്മളെല്ലാവരും അനുഭവിച്ച ഒരു കാര്യമാണ് ഈ ഒരു സഹോദരി പറയുന്നത്. അതായത് രേണു സുധി പറയുന്ന കാര്യങ്ങൾ. ലോക്ക്ഡൗൺ സമയത്ത് പൈസയില്ലാതെ നമ്മളെല്ലാവരും നട്ടം തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ, 5 പൈസ കയ്യിലില്ലാതെ, ജോലിക്ക് പോകാൻ കഴിയാതെ, വെറും റേഷനരി മാത്രം തിന്ന് നടന്ന നാളുകളുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതൊക്കെ മാറിയതിന് ശേഷം അന്ന് നമ്മളെടുത്തൊരു തീരുമാനമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞാലും നമ്മൾ പിടിച്ചു നിൽക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ചിടണം. എല്ലാം അങ്ങ് തിന്ന് കഴിക്കരുത്. എന്തെങ്കിലും സമ്പാദിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ലോക്ക്ഡൗൺ വരുമ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അന്ന് എല്ലാ സഹോദരങ്ങളും മാറി ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോഴും 2 വർഷം നമ്മുടെ നാട് മുഴുവൻ പൂട്ടിയിട്ട് കഴിഞ്ഞാലും നമുക്കൊരു പ്രശ്നവും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പൈസ ഉണ്ടാക്കി വെക്കും. പലരും അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചില ആൾക്കാർ വന്നിട്ട് പറയും, എൻ്റെ പൊന്നു ചേട്ടാ നുണ പറയല്ലേ, എനിക്കൊന്നും ഒരു നീക്കിയിരിപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ പേഴ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കുറച്ച് പൈസയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിങ്ങൾ കുറച്ച് പൈസ സൂക്ഷിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒന്ന് സ്വർണ്ണമെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടാകും. കാരണം എന്താ, അതെങ്കിലും നമുക്കെടുത്ത് ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ ലോക്ക്ഡൗണോട് കൂടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലസുധി എന്ന് പറയുന്നയാൾ, അയാൾ എന്ന് പറഞ്ഞ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും അയാൾക്കാരും മര്യാദയ്ക്ക് ശമ്പളമൊന്നും കൊടുത്തിട്ടില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അയാൾക്ക് ഇപ്പോഴും ഞാൻ പറയുകയാണ്, അയാളുടെ ആ ഒരു എന്താ പറയുക പ്രകടനത്തിന് അനുസരിച്ചുള്ള ഒരു ശമ്പളം ഫ്ലവേഴ്സ് ടി വി അതിൻ്റെ അകത്തായിരുന്നു. അതിൻ്റെ അകത്ത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പരിപാടിയിലായിരുന്നു. പക്ഷേ ഇയാൾക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ കൂടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വീടാക്കി, അതുപോലെ തന്നെ വലിയ കാറുകളാക്കി. ഈ മനുഷ്യൻ മാത്രം വാടക വീടും ഒരു കാറ് പോലും ഇല്ലാതെ, ഒന്നുമില്ലാതെ ഒരു ചെറിയൊരു വീട്ടിൽ കിടക്കും. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങേരുടെ മരണം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുധിയുടെ കരച്ചിലും പൊയ്ച്ചാലും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് പിന്നീടാണ് അവരെങ്ങനെയൊക്കെയോ എന്ന് പറഞ്ഞാൽ ഉയർന്നു വന്ന് ഈ ഒരു ഇതിലെത്തിയപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം, പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും ബഹുമാനിക്കത്തുള്ളൂ. പൈസ ഇല്ലാത്ത രേണു സുധിയെ ഒരാൾ തിരിഞ്ഞു നോക്കുക കൂടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മാത്രമാണ്. പൈസ ഇല്ലെങ്കിൽ ഒരു മനുഷ്യന്മാർ പോലും കൂടെ നിൽക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം അതങ്ങനെയാണ്, ലോകം അങ്ങനെയാണ്. അന്ന് ഇവർ അപമാനിക്കപ്പെട്ടപ്പോൾ ഇവരെ വെച്ചിട്ട് മുതലെടുക്കാനും ഇവരുടെ വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. 10 പൈസയുടെ സുധി നീ ഇങ്ങനെ വിഷമിക്കുന്നുണ്ടാ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, 10 റുപ്യ നിനക്ക് ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പോയിട്ടുണ്ടോ? ഒരാൾ പോലും പോയിട്ടില്ല. ഇയാളുടെ വോയിസ് റെക്കോർഡുകളും കാര്യങ്ങളും എല്ലാം എടുത്ത് വെളിയിലിട്ട് ഇയാൾ ഭയങ്കരമായിട്ട് കടം വാങ്ങിക്കുന്നവനാണ്, കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാനും അതുപോലെ തന്നെ ഇയാളെ നാറ്റിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ മത്സരിച്ച് നടന്നിരുന്നു. അന്നൊന്നും ആരും പൈസ കൊടുത്തിട്ടില്ല.
ഒരാളും പൈസ കൊടുക്കത്തില്ല. ഇനിയിപ്പോൾ രേണു സുധി ഇതെല്ലാം മതിയാക്കിയിട്ട് വീട്ടിലിരുന്നു എന്ന് വിചാരിച്ചോ? ഞാൻ പറഞ്ഞല്ലോ, രേണു സുധിയുടെ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. രേണു സുധിയുടെ വടക്കാര്യങ്ങളും അതുപോലെ തന്നെ പല വൃത്തികെട്ട പല ചില വാക്കുകളും ഇതൊക്കെയുണ്ട്. അതൊക്കെ അവരുടെ കൂടെയുള്ളവർ വരെ പ്രശ്നക്കാരാണെന്നേ ഞാൻ പറയുള്ളൂ. രേണു സുധി മാത്രമല്ല, രേണു സുധിയുടെ കൂടെയുള്ളവരും പ്രശ്നക്കാർ തന്നെയാണ്. അങ്ങനെയുള്ള ടീമിനൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൊല്ലസുധി എന്ന് പറയുന്നയാളുടെ മരണ ദിവസം അവിടെ, അതായത് ഓർമ്മ ദിവസം അവിടെ പോയിട്ട് മറ്റിവൻ ഡാൻസ് കളിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്കറിയാലോ, അതും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും ആ വീട്ടിൽ കളിക്കാൻ പാടില്ലായിരുന്നു. കാരണം അത് സുധിക്ക് കിട്ടിയൊരു വീടാണ്, സുധിയുടെ മക്കൾക്ക് കിട്ടിയൊരു വീടാണ്. അവിടെ വന്നിട്ട് കുറേ എണ്ണത്തിൻ്റെ കോപ്രായങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാം പ്രതികരിക്കാൻ തോന്നും. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണമില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മാർ പോലും തിരിഞ്ഞു നോക്കത്തില്ല. അത് രേണു സുധി ആയാലും ശരി, ഈ ഞാനായാലും ശരി, ഈ വീഡിയോ കാണുന്ന നിങ്ങളായാലും ശരി, പണം ഇല്ലാത്തവനെ ആർക്കും വേണ്ടടോ, ഒരു മനുഷ്യന്മാർക്കും വേണ്ട. ഇവിടെ എന്ന് പറഞ്ഞ് എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓനൊന്നും ഉണ്ടാകല്ലേ ഭഗവാൻ എന്ന് പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തേണ്ട ഈശ്വര ഓന് നല്ലത് വരണേന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലുമില്ല. ഇവിടെ എല്ലാവരും ഒന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇതായി പോണേ എന്ന് മാത്രമാണ്. അത് രാഷ്ട്രീയക്കാരായാലും ശരി, ഇനി മതത്തിൻ്റെ ആളായാലും ശരി, ജാതിയുടെ ആളായാലും ശരി, എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു പോണേ, അല്ലെങ്കിൽ ഓൻ എങ്ങനെയെങ്കിലും ഒന്ന് അമിഞ്ഞു പോണേ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നന്നായി കഴിഞ്ഞാൽ ഇവർക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടത്, ഒരാളെ പോലും ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇപ്പം എല്ലാവരും പണക്കാരാണെങ്കിൽ അമ്പലത്തിലൊന്നും അങ്ങനെ ആളൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴെന്തുകൊണ്ടാണ് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്? എന്താ, നമുക്ക് പണം ഉണ്ടാക്കി തരണേ എന്ന് തന്നെയാണ്. അവിടെയും ചില ആൾക്കാർക്ക് ദൈവം വാരിക്കോരി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ശബരിമലയിൽ പോറ്റിയെല്ലാം കൊണ്ടുപോക്ക്, അതിൻ്റെ അകത്തെ കുറച്ചെങ്കിലും എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായി പോയേനെയായിരുന്നു. അതുപോലും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഈ കൊല്ലസുധിയുടെ ഭാര്യ എന്നുള്ള രേണു ഇപ്പോഴും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതവരുടെ മിടുക്ക് തന്നെയാണ്. അവർക്ക് കൃത്യമായിട്ടറിയാം, അതായത് ഈ ഒരു കാലത്ത് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഈ രേണുവിനൊന്നും ആർക്കും വേണ്ട. നിങ്ങളെല്ലാവരും കൂടി ഒരു 10 ദിവസം രേണുവിൻ്റെ വീഡിയോ ചെയ്യാതിരിക്കുക, രേണുവിനെ പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല. ഇപ്പോഴെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉള്ളത് കൊണ്ടും നെഗറ്റീവായാലും പോസിറ്റീവായാലും രേണുവിന് അതൊരു വലിയ ഗുണം തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരിക്കലും അവർക്ക് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു സുധിക്ക് ഇതൊരു വലിയ ഗുണം തന്നെയാണ്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവർക്ക് നെഗറ്റീവായാലും പോസിറ്റീവായാലും അവർ കാണിക്കുന്നതും അത് തന്നെയാണ്. അല്ലാതെ അവരൊന്നും പറഞ്ഞാൽ നന്മ വരണമേ, എല്ലാവർക്കും നല്ലത് വരണമേ എന്ന് കരുതിയിട്ടൊന്നും അല്ല. എന്നാലും അവരിങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് തന്നെയാണ് അവർ കയറിപ്പോകുന്നത്. അവർക്കറിയാം അവർക്ക് വലിയ സൗന്ദര്യമില്ല, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ താരങ്ങളെ പോലെയില്ല. എന്നിട്ടും അവർ പറയുന്നില്ല എന്നെ കാണാൻ തമനിയെ പോലെയുണ്ടെന്ന് പല ആൾക്കാരും പറയുന്നുണ്ടെന്ന്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. ഒരു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, കൊല്ലസുധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ കൊല്ലസുധി മരിക്കുന്നതിന് മുന്നേ തന്നെ ഇവരെയൊക്കെ ലൈനിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ കൊല്ലസുധി ശരിക്കും പറഞ്ഞ് ഇന്ന് മരിക്കത്തില്ലായിരുന്നു. കാരണം എന്താ, അയാൾക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. കാരണം സുധിയെക്കാട്ടിയും കൂടുതൽ ഫെയിമായത് ഇപ്പോഴും രേണു തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് നെഗറ്റീവായാലും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പല ആൾക്കാരും പറയുന്നുണ്ട് അവരുടെ വേറെ ഒരുപാട് സീനുകളുണ്ട്. ഇതിനിടയ്ക്ക് ഏതോ ഒരു വിടുവായം പറയുന്നത് കേട്ടു. എന്താ വെച്ചാൽ അവർ ഗൾഫിൽ പോയിട്ടുന്ന സീനാണ്, അന്ന സീനാണെന്നൊക്കെ. എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, ഗൾഫിൽ ഇതിനൊന്നും ഒരു പഞ്ഞമില്ല. നിങ്ങളത് ആദ്യം ആലോചിക്കുക. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇവിടെ നിന്ന് പോയിട്ട് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമൊന്നല്ല ലോകത്ത് നിന്ന് ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പരമാവധി പൈസ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് രേണുവിൻ്റെ ലക്ഷ്യം. അതുമാത്രവുമല്ല, പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഇവിടെ വിലയുള്ളൂ. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പലരും രേണുവിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രേണുവിന് ഇനി നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും പൈസ തന്നെയാണ്. രേണുവിനെ വെച്ചുള്ള കണ്ടന്റിന് നല്ല മാർക്കറ്റിംഗ് ആണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്തിനധികം പറയുന്നത്, ഫേസ്ബുക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷത്തിൽ പരം രൂപയാണ് രേണു സമ്പാദിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള രേണു സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളെ സുക്കർ അണ്ണൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ക്ഷണിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം ഫേമസ് തന്നെയാണ്. എന്തിനധികം പറയുമ്പോൾ സോഷ്യൽ മീഡിയ കത്തിക്കാനുള്ള ആയുധങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് രേണു സുധിക്ക് പൈസേൻ്റെ വില കൃത്യമായിട്ട് അറിയാം. അവരനുഭവിച്ചതാണ്. അല്ലാതെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടുന്നും കൊണ്ടുവന്നിട്ട് ആരെങ്കിലും തരാനോ ഒന്നുമില്ല. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ 5 പൈസ കയ്യിലില്ലാത്തപ്പോൾ പല ആൾക്കാരോട് കടം വാങ്ങിച്ചു. ആ കടം വാങ്ങിച്ചവരൊക്കെ പിന്നീട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഇതിൻ്റെ വോയിസ് എടുത്തിട്ട് വെളിയിലിടുകയും അങ്ങനെ വളരെ മോശപ്പെടുത്താനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏതായാലും അതിൽ നിന്നൊക്കെ അവർ പിന്നെ മോചനമായിട്ട് ഇപ്പോഴ് എന്താ പറയണ്ടേ, അവരുടേതായ ഒരു മേഖല അവർ കണ്ടെത്തി. അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പല കോപ്രായങ്ങൾക്കും ഇനിയും അവർ കോപ്രായം കാണിച്ചാൽ ഞാൻ വിമർശിക്കും. പക്ഷേ ഇതുപോലെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും.
ഞാൻ പറഞ്ഞല്ലോ പൈസയാണ് എല്ലാത്തിൻ്റെയും മെയിൻ. നന്ദി, നമസ്കാരം.